ലോക മ്യൂസിയം ഡേയിൽ പാലിയം കൊട്ടാരത്തിൽ കയറാൻ ഒരു അവസരം ലഭിച്ചു. നമുക്ക് അങ്ങോട്ട് പോവാം, പാലിത്തച്ഛന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാം. ഈ ഒരു പാലിയം പാലസിന് തന്നെ ഏകദേശം ഒരു 350 വർഷത്തെ ചരിത്രമാണുള്ളത്. ഡച്ചുകാരായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചരിത്രമാണ്. ഡച്ചിനെ സഹായിച്ചതിൻ്റെ പേരിലാണ് പാലിയം ഡച്ച് പാലസ് തന്നെ നിലവിൽ വരുന്നത്. അപ്പോൾ അത്രയും തന്നെ ഒരു പ്രാധാന്യം ചരിത്രത്തിൽ വരുന്നതാണ്. പാലിയം കോവിലകം അല്ലെങ്കിൽ പാലിയം പാലസ് എന്ന് പറയുന്നത് ഡച്ചും കേരള ആർക്കിടെക്ചറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ തന്നെ ജനലുകൾക്ക് പ്രത്യേകതകളുണ്ട്, ഓരോ നിലകൾക്ക് പ്രത്യേകതകളുണ്ട്, അവിടെയുള്ള ഓരോ ഐറ്റംസിനും അതിനനുസരിച്ചുള്ള പ്രത്യേകതകളുണ്ട്. നമ്മൾ നാലുകെട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അത് കേരള വാസ്തുവിൽ ടിപ്പിക്കൽ അതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിന് ഓരോ കോർണറിനും പ്രത്യേകതയുണ്ട്. അതിലെ ഓരോ വസ്തുക്കൾക്ക് അവിടെ പാലിയത്തിലുള്ള സ്ത്രീകൾ താമസിച്ചിട്ടുള്ള അവരുടെ ജീവിത രീതി, അവരുടെ ജീവിത ചരിത്രമാണ് നമ്മളതിൽ പറയുന്നത്. അവരെന്തൊക്കെയാണ് ചെയ്തിരുന്നത്, എങ്ങനെയാണ് ഇവിടെ ജീവിച്ചിരുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് വരുന്നത്. അത് വളരെ കൗതുകത്തോടു കൂടിയാണ് ആൾക്കാരത് അറിയുന്നത്. ടോർച്ചറിങ് റൂം എന്ന് അതിനെ പറയപ്പെടുന്നു. പിന്നെ ഒരു എസ്കേപ്പ് റൂട്ട് എന്ന് പറയപ്പെടുന്നു. പിന്നെ നമുക്ക് വെട്ടവും വെളിച്ചമൊക്കെ ഡോർ ടു ഡോറ് കടന്നു പോകാനായിട്ടുള്ള ഒരു റൂമായിട്ടാണ് കരുതപ്പെടുന്നത്. ആ ബിൽഡിങ്ങിൽ ഏറ്റവും സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഏരിയയാണ് ഈ ടോർച്ചറിങ് റൂം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോഴേക്കും അതൊരു പാലിയത്തച്ഛൻ്റെ ലൈബ്രറി ആയിരുന്നു, ഗ്രന്ഥശാലയായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. അവിടെ ഏറ്റവും പ്രത്യേകതയുള്ളത് അവിടെ ഒരു മിഴാവുണ്ട്. അത് ചെമ്പിൻ്റെ മിഴാവാണ്. കുഞ്ചൻ തമ്പിയാർ പാലിയം അമ്പലമുണ്ട് ശിവക്ഷേത്രത്തിൽ, അന്ന് പെർഫോമൻസിന് വരുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മളതെടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളിക്കൂടയുണ്ട്. വെള്ളിക്കൂട പണ്ട് കാലങ്ങളിൽ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ആ കുട്ടികൾക്ക് അവരെ ഒരിക്കലും പോലും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ചരിത്രവും ആർട്ടിഫാക്ട്സുമാണ് നമുക്ക് ഈ 2 മ്യൂസിയത്തിൽ ഉള്ളത് നിലവിൽ. ഇവിടെ വരുമ്പോഴത്തേക്കും 2 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാലുകെട്ട് പണിയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ മ്യൂസിയമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാലുകെട്ട് തറവാടാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും മുതിർന്ന സ്ത്രീ എന്ന് പറയുന്നത് വല്യമ്മ എന്നറിയപ്പെടുന്നത്. അവരുടെ പേരിൻ്റെ കൂടെ വല്യമ്മയായിട്ടാണ് പറയുക. മറ്റുള്ള സ്ത്രീകൾ കുഞ്ഞമ്മമാരും. പിന്നെ സ്ത്രീകൾക്ക് പറയുന്നത് എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയായിരുന്നു അവർ ഇതിനുള്ളിൽ താമസിച്ചിരുന്നത്. ചുറ്റിനും പട്ടാളക്കാരായിട്ട് സംരക്ഷിച്ചുകൊണ്ടാണ്, ഫുൾ സംരക്ഷണമായിരുന്നു, സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അന്ന് ഒരു 10-100 വയസ്സുള്ള ഒരു 90 വയസ്സിന് മേലെയുള്ള ഒരു പാലിയം ഫാമിലി മെമ്പറിനോട് സംസാരിച്ചാൽ അന്ന് അവരനുഭവിച്ചിരുന്ന സുഖ സൗകര്യങ്ങളുടെ വർണ്ണന തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. കോവിഡിൻ്റെ സമയത്താണ് അത് കഴിഞ്ഞ് ലോക്ക്ഡൗണും കഴിഞ്ഞിട്ട് ആർക്കും എവിടേക്കും ദൂരെ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ജനങ്ങൾ, ഈ നാട്ടുകാർ ഇതിനെ തേടി വരികയാണ് ചെയ്തത്. വളരെ കൗതുകത്തോടു കൂടിയാണ് എൻ്റെ ചരിത്രം അവർ കേൾക്കുന്നതും. ഇന്നും ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടില്ലേ പാലിത്തച്ഛന്മാരുടെ കഥകൾ? ഇനിയുമുണ്ട് ഏറെ. പാലിയും സ്മാരകത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെ അറിയാനുണ്ട്. രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലേക്ക് ചരിത്രം അന്വേഷിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഇത്തരം ചരിത്ര സ്മാരകങ്ങളിലും എത്തണം. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് വിസ്മയകരമായ അറിവും വിശേഷങ്ങളുമാണ്. ബിനു തോമസിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.